ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് കണ്ടോ. ഇഫ് സമ്മൺ ആസ്ക് വാട്ട്സ് യുവർ ഫേവറേറ്റ് മൂവി ഓഫ് ഓൾ ടൈം, സഡൻലി നമുക്കത് പറയാൻ പറ്റില്ല. സഡൻലി ഒരു ഹ്യൂമൻ ബീങ്ങിനും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറില്ല. പ്രീ പ്ലാൻഡ് ആയിട്ടും ഇതാണ് എൻ്റെ സംഭവം എന്ന് ഓൾറെഡി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇതായിട്ട് വെച്ചേക്കുന്ന ആൾക്കാരല്ലാതെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ. ഞാൻ ജെനുവിൻ അല്ല എന്നല്ല പറയുന്നത്, ഞാൻ ഭയങ്കര ജെനുവിനാണ്. എനിക്കങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ സൂപ്പർ ഹീറോ ആണ്, എനിക്ക് ആ എബിലിറ്റി ഉണ്ട്. സോ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു പടം പറയാൻ പറ്റും. ആ പടത്തിനെ പറ്റിയിട്ട് പറയാനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ പടത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ പടം എൻ്റെ പ്രഷ്യസ് സജഷൻ ലിസ്റ്റിൽ നിന്നും ഉള്ളതാണ്. ഇപ്പം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഉറക്കത്തിലോ അല്ലെങ്കിൽ മയക്കത്തിലോ അല്ലെങ്കിൽ ഈ ബോധമില്ലാത്ത സമയത്തോ അതല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചോദിക്കുകയാണ്. അതായത് പെട്ടെന്ന് നമ്മൾ താഴെ അടുത്ത് എന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം ഉണ്ടാവില്ലല്ലോ. പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരു പടമുണ്ട്. അത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തൊട്ടേ നമുക്ക് ആ സിനിമ തന്നെയാണ്. ആ സിനിമേനേക്കാൾ ബെറ്റർ ഒരു സിനിമ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതൊരു സ്പാനിഷ് മൂവിയാണ്. പടത്തിൻ്റെ പേര് വൈൽഡ് ടൈൽസ്. സോ വാട്ട്സ് വൈൽഡ് ടൈൽസ്? വൈൽഡ് ടൈൽസ് ഒരു പീക്ക് സിനിമ ആണ് പേഴ്സണലി ഫോർ മീ. പേഴ്സണലി പണ്ടൊക്കെ ഇങ്ങനെ ഒരു അന്തോളജി മൂവിയൊക്കെ കാണുമ്പം, അന്തോളജി പരിപാടി കാണുമ്പോൾ എനിക്കത്ര പേഴ്സണലി വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കണ്ടുവന്ന അന്തോളജി ഏതൊക്കെയാണ്? കേരള കഫേ ഡാർക്ക് പരിപാടിയാണ്. പക്ഷെ അതിൽ ത്രില്ലിങ് എൻഗേജിങ് ഭയങ്കര പരിപാടികൾ കുറവുള്ള പരിപാടികളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഫോറിൻ ലാംഗ്വേജ് അന്തോളജി മൂവീസ് വേറെ കണ്ടിട്ടുമില്ല. ആകെ കണ്ടേക്കണ ഇതാണ്. പക്ഷേ ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു സിനിമ 2.5 മണിക്കൂർ നമുക്ക് ഇഷ്ടപ്പെട്ടു, ബെസ്റ്റ് മൂവി, സൂപ്പർ ഗുഡ് മൂവി, എക്സെപ്ഷണൽ പരിപാടിയിലോട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സാധനത്തിലേക്കൊക്കെ എത്താനുള്ള ഒരു പോസിബിലിറ്റി ആ 2.5 മണിക്കൂറിലുള്ള ഒറ്റ സിനിമ കൂടെ നടക്കുന്നുണ്ട്. വൈൽഡ് ടൈൽസ് പക്ഷേ അന്തോളജി ആയതുകൊണ്ട് തന്നെ 5 or 6 ഞാൻ പണ്ട് കണ്ടാണ്. 5 സെഗ്മെൻറ്റോ 6 സെഗ്മെൻറ്റോ എങ്ങാണ്ടാണുള്ളത്. 5 സെഗ്മെൻ്റ് ഒന്ന് മുൻനിർത്തി തന്നെ പറയാം. 5 പീക്ക് സിനിമ കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ആ 2.5 മണിക്കൂറിനുള്ളിൽ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. ആക്ച്വലി അങ്ങനെയുള്ള ഈ ഒരു പടം എനിക്ക് ഓൾ ടൈം ഫേവറേറ്റ്, ദ ബെസ്റ്റ് മൂവി ഓഫ് ഓൾ ടൈം, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ളൊരു ഇതിലായിട്ട് എത്താനുള്ള മെയിൻ കാരണം എന്താണ് ഈ പറഞ്ഞ പരിപാടിയാണ്. അത് ഞാൻ ഇതുവരെ ഏത് സിനിമ പറഞ്ഞാലും സിനിമയിലെ കണ്ടന്റിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഇതിനെപ്പറ്റിയും പറയുന്നില്ല. പക്ഷേ ഇതിൽ ഓരോ സെഗ്മെൻറ്റിനും കണ്ട ആൾക്കാരിൽ ഓരോ സെഗ്മെൻറ്റിനും ഫാൻ ബേസ് ഉണ്ട്. ഫാൻ ഫൈറ്റ് വരെ നടക്കുന്നുണ്ട് ഇതിൽ ഓരോ സെഗ്മെൻറ്റിനെ വെച്ചിട്ട്. പേഴ്സണലി എനിക്ക് ഫേവററ്റ് രണ്ടുപേര് കാറ് ഒരാൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഈഗോ വെച്ചിട്ടൊരു സെഗ്മെന്റ് ഉണ്ട്. ഓവർടേക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, ഒരു സെഗ്മെന്റ് ഉണ്ട്. എനിക്ക് ഫേവററ്റ് അതാ. കാരണം അത് ഭയങ്കര ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഈ ഈഗോൻ്റെ ഒരു സംഭവത്തിൻ്റെ പീക്ക് എനിക്ക് ഫീൽ ആയിട്ടുള്ളൊരു സെഗ്മെന്റ് അതാണ്. അത് ഇഷ്ടംപോലെ പടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒറ്റ സെഗ്മെന്റിൽ ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും പീക്ക് സാധനം അതാണ്. ആക്ച്വലി വൈൽഡ് ടൈൽസ് എൻ്റെ സെക്കൻഡ് വാച്ചിലാണ് എനിക്ക് സിനിമ കാണാൻ പറ്റിയത്. ഫസ്റ്റ് വാച്ചിൽ എനിക്ക് പസ്തേർനാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് ഞാനത് കണ്ടപ്പോൾ ആ സെഗ്മെൻറ്റിൻ്റെ ക്ലൈമാക്സ് ആണ്. അതുപോലൊരു എൻഡിങ്, ഒരു സംഭവത്തിന് അതുപോലൊരു എൻഡിങ് ഞാൻ എക്സ്പെക്റ്റ് പെട്ടെന്ന് എന്തുവിട്ടിട്ട് അടിച്ചൊരു ഫീലായിരുന്നു അതിൻ്റെ ആ ക്ലൈമാക്സ് കാണുമ്പോൾ. ആ ഒറ്റ ക്ലൈമാക്സിൽ ബാക്കി കംപ്ലീറ്റ് അങ്ങോട്ട് കയറി. ഒരു ക്ലൈമാക്സ് വെച്ചിട്ട് മാത്രം ആ സെഗ്മെൻറ്റ് ഏത് ലെവലിൽ പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ എല്ലാ സെഗ്മെൻറ്റും, അതിൽ ബോംബീറ്റ എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്. കുറേ പേർക്ക് അതാണ് ഫേവററ്റ്. വൈൽഡ് ടൈൽസ് കണ്ടാണോ? അവന് കണ്ടിട്ടില്ല, അപ്പം കുഴപ്പമില്ല. ബുജ്ജികൾ താങ്ങുന്ന സെഗ്മെൻറ്റാണ് ബോംബീറ്റ. താങ്ങുന്നതെന്ന് പറയാൻ പറ്റുമോ? പൊളിറ്റിക്കലി കറക്റ്റാണോ അറിയില്ല. ബുജ്ജികൾ ഒരുപാട് അങ്ങനെ വളരെ കാര്യഗൗരവമായി സിനിമ കാണുകയും സിനിമയെപ്പറ്റി സംസാരിക്കുകയും സിനിമ റിവ്യൂ ചെയ്യുകയും ആത്യന്തികമായിട്ട് ആ രീതിയിൽ പോകുന്ന ആൾക്കാർ കൂടുതലും ബോംബീറ്റയാണ് ഫേവററ്റ് സെഗ്മെൻ്റായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ബേസിലിൻ്റെ ഫേവററ്റ് സെഗ്മെൻറ്റ് എൻ്റെ പേര് ഞാൻ മറന്നുപോയി. 5 ത്രില്ലർ പീക്ക് സാധനങ്ങൾ ഒറ്റ പടത്തിൻ്റെ ഡ്യൂറേഷനിൽ ഒറ്റ പടത്തിൽ കാണാം. അതാണ് വൈൽഡ് ടൈൽസ്. വൈൽഡ് ടൈൽസിനെ പറ്റിയിട്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. വൈൽഡ് ടൈൽസ് കണ്ടില്ലെങ്കിൽ അത് നിനക്ക് നഷ്ടമാണ്. അത് കാണാത്തവർക്ക് നഷ്ടമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ അത്ര
ഇമ്പാക്റ്റ് അവർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പക്ഷേ പീക്ക് ഇമ്പാക്റ്റാണ് ഒരു പടം. ഓരോരുത്തരുടെ ജോൺറ അനുസരിച്ചിരിക്കും, ഓരോരുത്തരുടെ പരിപാടികളൊക്കെ അനുസരിച്ചിട്ടിരിക്കും. എൻ്റെ പക്ഷേ പരിപാടി എന്ന് പറയുമ്പം ഞാനൊരു ബേസിക് ഹ്യൂമനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ വിചാര എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വൈൽഡ് ടൈൽസ് പീക്കാണ്. എനിക്കതിലെ കാർ ചേസ് ചെയ്യുന്ന, കാർ ഓവർടേക്ക് ചെയ്യുന്ന കാറിൻ്റെ ആ ഈഗോൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് പേഴ്സണൽ ഫേവററ്റാണ്. പക്ഷേ ബോംബീറ്റ പിന്നീട് ഓർക്കുമ്പോൾ ബോംബീറ്റ ഒരു ഭയങ്കര പീക്ക് സാധനം തന്നെയാണ്. അത് ഭയങ്കര പരിപാടി തന്നെയാണ്, അത് ഇല്ലെന്ന് പറയുന്നില്ല. വൈൽഡ് ടൈൽസ് കാണാത്തവർക്ക് നഷ്ടം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നഷ്ടം.